മുന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇതെന്ന് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ടാണ്. അപ്പോൾ ചേട്ടനും അരുൺ ചേട്ടനും പാറും ഞാനും കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഗ്ലോബൽ വില്ലേജിൽ നല്ല അടിപൊളി ആംബിയൻസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തി. അപ്പോൾ എൻട്രൻസും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ കുറേ വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ ആ ഫസ്റ്റത്തെ എൻട്രൻസിൻ്റെ ഭാഗമൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ എൻട്രി ഫീ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ അതാ പുതിയതായിട്ട് കുറച്ച് മുന്നേ ഞാൻ വന്നപ്പോൾ ഈ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നതാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കൺട്രീസ് കയറി ഇങ്ങനെ ഇറങ്ങാം. നമുക്ക് ഫസ്റ്റ് ചൈന പോയി, ആഫ്രിക്ക പോയി, അങ്ങനെ ഫുള്ള് നമുക്ക് കയറാനൊന്നും പറ്റില്ല. എല്ലാ കൺട്രീസിലും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി. അപ്പോൾ അരുൺ ചേട്ടൻ UAE വന്നിട്ട് അപ്പോൾ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ആളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ ചൈനയുടെ ഉള്ളിൽ കയറുമ്പോൾ നമ്മൾക്ക് ഇതുപോലെ നമ്മൾ മാരിയോ ഒക്കെയില്ലേ, നമ്മൾ ചെറുപ്പത്തിൽ മാത്രമല്ല ഞാനിപ്പോഴും ചിലപ്പോഴൊക്കെ കളിക്കാറുണ്ട്. നമ്മൾ വീഡിയോ ഗെയിംസിലൊക്കെ കളിക്കുന്ന അടിപൊളി സംഭവങ്ങൾ. അപ്പോൾ അങ്ങനത്തെ കുറേ കീ ചെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അടുത്തത് പോയത് അമേരിക്കാസ് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അതിൻ്റെ വെറൈറ്റീസ് കാര്യങ്ങളൊക്കെ കാണാം. അങ്ങനെ പല കൺട്രീസിലും പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ കാണുന്നതായിരിക്കും വേറെ സ്ഥലങ്ങളിൽ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ആയിരിക്കും കാണാം. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കൺട്രീസൊക്കെയാണ് നമ്മൾ പോയത്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ കയറി ഇറങ്ങിയത്. അപ്പോൾ ജപ്പാനിൽ പോയി, അങ്ങനെ നമ്മൾ പല ജപ്പാൻ വരെ പോയി എന്നൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ കൊറിയയിൽ പോയി. അപ്പോൾ കൊറിയയിൽ പോയപ്പോഴാണ് നമുക്ക് നമ്മളുടെ ഒരു സംഭവം കിട്ടിയത്. അപ്പോൾ നമ്മൾക്ക് ഈ വഴിയെ കാണാം അപ്പോൾ എന്താണ് നമ്മൾ അവിടെ നിന്ന് മേടിച്ചതെന്നുള്ളത്. അങ്ങനെ അഫ്ഗാനിസ്ഥാനിൽ പോയി. പിന്നെ നമ്മുടെ ഇന്ത്യ വിട്ടിട്ടൊരു കളിയില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമുക്ക് അവിടെ ഈ ഗ്ലോബൽ വില്ലേജിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചീപ്പ് റേറ്റിന് സാധനങ്ങൾ കിട്ടും, അല്ലെങ്കിൽ നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് വെറൈറ്റി സാധനങ്ങളൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പല കൺട്രീസിൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് പല രീതിയിൽ നല്ല ഭംഗിയുള്ള അടിപൊളി സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇത് ആഫ്രിക്കയുടെ ഉള്ളിൽ പോയപ്പോൾ കണ്ട കാഴ്ചകളാണ്. നല്ല അടിപൊളി ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കും ചെയ്യാം. കുറച്ച് ബാർഗെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറവ് റേറ്റിനൊക്കെ കിട്ടും തോന്നുന്നു. നമ്മളവിടെ നിന്ന് അധികം ഒന്നും സാധനങ്ങളൊന്നും മേടിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ ജസ്റ്റ് കണ്ട് ഭംഗിയൊക്കെ കണ്ട് ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഈ ആഫ്രിക്ക ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഷിയ ബട്ടർ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വേണമെങ്കിൽ ഒക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കത് മസാജൊക്കെ ചെയ്ത് തരും. പിന്നെ ആ സൈഡിൽ ഇങ്ങനെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, ഡാൻസും പാട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് എൻജോയ് ചെയ്യണമെങ്കിൽ അവിടെ ചെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഇതിൽ നിന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ പല കൺട്രീസിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പല വെറൈറ്റി സംഭവങ്ങൾ, ഇങ്ങനെ കുറേ ഹെയർ ബാൻഡ്സ് കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ കുറേ നല്ല ഭംഗിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് അത് ആസ്വദിച്ച് ഇങ്ങനെ നടക്കാം. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ ഹണി ഒക്കെ അതൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. വൈറ്റ് ഹണി ഉണ്ട്, അങ്ങനെ പല കളറിലൊക്കെ നമുക്ക് ഹണീസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. മേടിക്കണമെങ്കിൽ നമ്മൾക്ക് മേടിക്കും ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ആ ചുമ്മാ ഇങ്ങനെ ഹാറ്റൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് അങ്ങനെ തലയിലൊക്കെ വെച്ച് വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നിന്ന് പോസ് ചെയ്യാണ് ഞാൻ. അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്നൊന്നുമില്ല, ജസ്റ്റ് കാണുക, അവിടെ എടുത്ത് വയ്ക്കുക, പോരാ, അത്രയ്ക്കോളം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കണ്ടിട്ട് നമ്മൾ കണ്ടില്ലേ കുഞ്ഞു ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നത്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ പല ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് മേടിക്കണമെങ്കിൽ മേടിക്കാം, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മൾ കുറേ ഇങ്ങനെ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് അരുൺ ചേട്ടൻ. അപ്പോൾ അരുൺ ചേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ്. അങ്ങനെ ഓരോ കൺട്രീസിൽ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നമ്മൾ നല്ല റൂമൊക്കെ നല്ല ഡെക്കോർ ചെയ്യുമ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഇവിടത്തേലും കൂടുതൽ നമ്മളെ നാട്ടിലിങ്ങനെ വീട്ടിലിങ്ങനെ വെക്കണതൊക്കെയാണ് നമ്മൾ ഓർക്കുക. നാട്ടിലൊക്കെ വീട്ടിൽ വെച്ച് നല്ല അറേഞ്ചൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയല്ലേ. പിന്നെ അടുത്തതാണ് ഇതെന്താണ് നമ്മളുടെ കുങ്കുമപ്പൂവ്, ഇതുപോലെ കുന്നൂട്ടിയിട്ടൊക്കെയാണ് നമുക്ക് മേടിക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു നമ്മൾ പോയപ്പോൾ കണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ പോലെ നമുക്ക് കുറേ ആയിട്ടുണ്ട്. അപ്പം നമുക്കത് പാലിലൊക്കെ കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നല്ലതെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട് കേട്ടോ. അതിങ്ങ് അവർക്ക് ഇങ്ങനെ പറഞ്ഞു തരുമായിരിക്കും അവർ. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ പോയപ്പോൾ ഇതുപോലെ അവിടെ പാട്ട് കച്ചേരി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ സംഭവം എന്നറിയില്ല. അപ്പം നമ്മളതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടന്നു.
അത് കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ പോയപ്പോൾ ഇവിടെ ഒരു ഷെല്ല്, അതായത് നമ്മളുടെ ഷെല്ലൊക്കെ വെച്ചിട്ട് കമ്മൽ, അതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ഓരോ ജ്വല്ലറീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ, അതായത് കാറ്റിലാടണ നമ്മുടെ സംഭവങ്ങൾ, കാറ്റിലാടിയിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കില്ലേ, അതൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഭംഗിയിൽ തന്നെ വെച്ചിട്ടുണ്ടോ. ഇതൊക്കെ നോക്കിയാൽ ഇത് വേണമെങ്കിൽ നമ്മൾക്കൊക്കെ തന്നെ ഉണ്ടാക്കാം. ചിരട്ടയൊക്കെ വെച്ചിട്ട് അതിങ്ങനെ കോർത്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കണ്ടോ ഈ ഒരു സംഭവമൊക്കെ. നമ്മുടെ കക്ക, നാട്ടിലെ അതായത് ബീച്ചിലൊക്കെ കിട്ടുന്ന കക്കയൊക്കെ കളക്ട് ചെയ്തിട്ട് അങ്ങനെ ആക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മളുടെ ഒരു, അതായത് ഇതാണ് നമ്മളുടെ ഹാൻഡ് ബാഗ് പോലെയൊക്കെ വെക്കാനായിട്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ പറ്റുന്ന. ഇത് ഇത്തിരി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അധികം വെയിറ്റ് ആയിട്ടൊന്നുമില്ല, പക്ഷെ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഷെൽസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഒരു അറേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് നിങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാം. പിന്നെ ചൈനയുടെ ഉള്ളിൽ പോയപ്പോഴായിരുന്നു ഇതുപോലെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾക്കത് ആസ്വദിച്ച് നിൽക്കാനായിട്ട് നിൽക്കാം കേട്ടോ. അതുപോലെ കൊറിയയുടെ ഉള്ളിൽ പോയപ്പോൾ നമ്മൾക്ക് വൈറൽ മാംഗോരെ സാധനം കിട്ടി. അപ്പോൾ ഈ കൊറിയറുള്ളിൽ കയറിയപ്പോൾ നല്ല തിരക്ക് കണ്ടു, എല്ലാവരുടെ കയ്യിൽ ഈ സംഭവം. അപ്പോഴാണ് നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളത്, ഇതാ മറ്റേ മാംഗോ ഐസ്ക്രീം അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് മേടിച്ചത്. അപ്പോൾ മേടിച്ചിട്ട് അപ്പോൾ പാറും ചേട്ടനും കൂടിയിട്ട് അവിടെ സൈഡിൽ ഇരുന്നിട്ട് ആ ഡാൻസ് പ്രോഗ്രാമിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനും അരുൺ ചേട്ടനും പോയിട്ട് ഇത് മേടിച്ചു. അപ്പോൾ അരുൺ ചേട്ടനാണ് പറഞ്ഞത് ഇത് മേടിക്കുക, പക്ഷേ വിലയുണ്ടല്ലോ 45 ദിർഹമാണ്. നമുക്ക് പുറത്ത് ഇതിനേലും വില കുറവിന് കിട്ടും. പക്ഷേ അവിടെ ചെന്നപ്പോൾ 45 ദിർഹത്തിന് പിന്നെ ഇനി പുറത്ത് പോയിട്ട് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അരുൺ ചേട്ടൻ പറഞ്ഞു തന്നത് നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മളത് മേടിച്ച് നമ്മളത് അൺബോക്സ് ചെയ്യുന്ന രംഗമാണ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടനത് വേഗം തുറക്കുന്നൊക്കെ പറഞ്ഞിട്ട് വേഗം എടുക്കുന്നുണ്ട്. പക്ഷേ പാറു പതുക്കെ അത് പൊട്ടിക്കാണ്ട് നല്ല നീറ്റായിട്ട് ഇങ്ങനെ തുറന്നെടുക്കുകയാണ്. അപ്പം നമ്മളത് ഇനിയും തുറക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കാണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഇങ്ങനെ മാങ്കോര ഒരു രൂപത്തിൽ, മാങ്കോര ഷേപ്പിൽ കാര്യങ്ങളൊക്കെ അവരാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ചേട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ചേട്ടന് നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്തത് പിന്നെ പാറു ടേസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അത് നല്ല ഇങ്ങനെ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ ഐസ്ക്രീമിൻ്റെ ഒരു ടേസ്റ്റ് അല്ല കേട്ടോ ഞങ്ങൾക്ക് അത് കഴിച്ചപ്പോൾ തോന്നിയത്. അടുത്തതായിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ഞാൻ തന്നെയാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് കഴിച്ചു. വെച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ അരുൺ ചേട്ടനും കൊടുത്തിട്ട് അരുൺ ചേട്ടനും കഴിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ഇരുന്നപ്പോഴാണ് പിന്നെ ആഫ്രിക്കയിൽ പോയിട്ട് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ മെടഞ്ഞിട്ട് അവർ ചെയ്യണ കണ്ടിട്ടില്ലേ, അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ പാറുണ്ട് ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം എന്നാൽ പിന്നെ ചേട്ടനും പറഞ്ഞു എന്നാൽ നീയും ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഞാനും പോയി ചെയ്തു. അപ്പോൾ പാറുണ്ട് ഫസ്റ്റ് ഇതുപോലെ അവരിങ്ങനെ ഒരു കളർ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തത് ഈ ഒരു ബ്രൗൺ പോലത്തെ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. നല്ല കളറ്, അതായത് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ക്യാച്ചിങ് അല്ല, എന്നാലും നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡായിരുന്നു. അങ്ങനെ അടുത്തത് ഞാനും ചെയ്തു. അപ്പോൾ അവർ ഫസ്റ്റായിട്ട് വേഗം ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ലെയർ മാത്രം ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോട്ടോ എന്ന് പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് സൂം ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. പാറുണ്ട് നല്ല മുടിക്ക് നല്ല ഉള്ളുള്ള കാരണം കൊണ്ട് ഇതുപോലെ ഇത്തിരി കട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പിന്നെ നല്ല അതിനേലും ഉള്ളുള്ള കാരണം കൊണ്ട് ഇതുപോലെ കുഞ്ഞിതായിട്ടാണ് കിട്ടിയത്. പക്ഷെ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കട്ടി കുറച്ചിട്ടാണെങ്കിൽ അതുപോലെ ആയാലും ചെയ്യാം കേട്ടോ. പാറു നല്ല സിൽക്കി മുടിയായതുകൊണ്ട് ഇത് അങ്ങനെയാണ് ചെയ്യാൻ പറ്റിയത്. എൻ്റെ ഇത്തിരി വേവി ഹെയർ ആയതുകൊണ്ട് ഇതുപോലെ അവരിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സൈഡിൽ ഇപ്പുറത്ത് തിരിഞ്ഞപ്പോൾ നല്ല അടിപൊളി വെടിക്കെട്ട്. അപ്പം നമ്മൾ ആ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഫയർ വർക്ക്സ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്കത് ആ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ.
അങ്ങനെ നമ്മൾ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ, അതായത് ഇതൊക്കെ സൈഡിലുണ്ട് കേട്ടോ, ഇതുപോലെ അഡ്വഞ്ചറായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഓരോന്നിലേക്ക് കയറണമെങ്കിൽ അതിൽ കയറാം. അപ്പം നമ്മുടെ നാട്ടിലെ വണ്ടർലേക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ കുത്തനെ നിർത്തും കേട്ടോ. അതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്, അവരിങ്ങനെ തല കുത്തി നിൽക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് കേൾക്കാം. അത് നമ്മൾ വണ്ടർലയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, ആ ഒരു ഇത് തന്നെ. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതിലും ഇതുപോലെ ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നത് കുറേ ആൾക്കാരുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നിൽക്കും. ഇത് കാണാൻ ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ്. എനിക്ക് അതിൻ്റെ മേലേക്ക് കയറി ഇങ്ങനെ ചെയ്യണത് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടിറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ നേരെ പോയത് നമ്മൾ KFC കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ KFC കഴിക്കാനായിട്ട് പോയി. എന്നിട്ട് ചേട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാണ്. അപ്പോൾ എനിക്ക് KFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ KFC തന്നെ നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബക്കറ്റ് KFC ഒക്കെ മേടിച്ചു. അവരും കുറച്ച് പീസൊക്കെ കഴിച്ചു. എന്നിട്ടും ബാക്കി വന്നു, നീ തന്നെ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിച്ചു. വയറും നിറഞ്ഞു. സന്തോഷത്തോട് കൂടിയിട്ട് നമ്മളുടെ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. അപ്പോൾ വീണ്ടും കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈഡിലുള്ള ആ ബെല്ലൈക്കണും കൂടിയും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.